2017 കൊച്ചിയിൽ നടന്ന ചില സംഭവവികാസങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ഒരു കുറ്റാന്വേഷണ സിനിമയാണ് ആനന്ദ് ശ്രീബാല. ആനന്ദ് ശ്രീബാല എന്ന ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്നത് അർജുൻ അശോകനാണ്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ ആ കഥാപാത്രത്തെ വളരെ മികവുറ്റതാക്കി തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രശസ്ത സംവിധായകൻ വിനയൻ്റെ മകൻ വിഷ്ണു വിനയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ്. ഈ ചിത്രത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഭിലാഷ് പിള്ളയുടെ തിരക്കഥ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. വിഷ്ണു നാരായണനാണ് ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഒരു കുറ്റാന്വേഷണ സിനിമയുടെ ത്രില്ലിംഗ് മോഡ് ഒട്ടും ചോർന്നു പോകാതെയുള്ള വിഷ്വലൈസേഷൻ അതിഗംഭീരമായിട്ടുണ്ട്. പിന്നെ ചിത്രത്തിൽ എടുത്തു പറയേണ്ടതായ ഒന്നെന്ന് പറയുന്നത് അതിൽ മനോഹരമായ ഗാനങ്ങൾ, അതുപോലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കുറ്റാന്വേഷണ സിനിമയ്ക്ക് ചേരുന്ന രീതിയിലുള്ള പശ്ചാത്തല സംഗീതം, അതൊക്കെ തന്നെയാണ്. രഞ്ജിൻ രാജാണ് ഈ ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ അടുത്തിടെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു കുറ്റാന്വേഷണ ചിത്രം തന്നെയാണ് ആനന്ദ് ശ്രീബാല. വിഷ്ണു വിനയ് എന്ന സംവിധായകൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ചിത്രമെങ്കിലും വളരെ തഴക്കവും പഴക്കവും ചെന്ന ഒരു സംവിധായകനെ തന്നെയാണ് ഈ ചിത്രത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ഇന്ദ്രൻസ്, അതുപോലെ അസീസ് നെടുമങ്ങാട് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിലൊക്കെ തിളങ്ങിയ സംഗീത എന്ന് പറയുന്ന നടിയുടെ ഒരു തിരിച്ചുവരവും കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. എല്ലാവരും കുടുംബസമേതം തന്നെ പോയി കാണാവുന്ന ഒരു ഏറ്റവും മനോഹരമായ ഇറങ്ങിയിൽ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം തന്നെയാണ് ആനന്ദ് ശ്രീബാല. ആരും അത് മിസ് ചെയ്യരുത്, എല്ലാവരും പോയി കാണുക.